ഹലോ, ഞങ്ങൾ ഏർവാടി പോയി തിരിച്ചു തന്നേക്കേ ഞങ്ങൾ ധനുഷ്കോടി പോയിട്ടാ. ഏർവാടിന്നാണ് ഒരു 100 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു ധനുഷ്കോടിക്ക്. പോണ വഴിക്ക് നല്ല ഭംഗിയായിട്ടാ കാണാനായിട്ട്. രണ്ട് സൈഡിലും കടലൊക്കെ വന്നിട്ട് നല്ല നീല കളർ വെള്ളം. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ നീല കളർ വെള്ളമുള്ള കടല്, അതുപോലെയൊക്കെ. നമ്മൾ ധനുഷ്കോടിക്ക് പോണോക്കേ ഈ പാമ്പൻ പാലത്തിന്റെ മേളിക്കൂടെയായിട്ട് പോണത്. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഞങ്ങൾക്കാണ് ഈ പോണോക്ക് ഈ പാമ്പൻ പാലത്തിൽ നിർത്താൻ പറ്റിയില്ലാട്ടാ. തിരിച്ചു വന്നപ്പോഴാണ് നിർത്തിയത്. ഇക്ക ധനുഷ്കോടിക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ഗൂഗിളിൽ നോക്കിയായിരുന്നു. ശരിക്കും ധനുഷ്കോടിയുടെ മോളിൽ നിന്നുള്ള വ്യൂ ആട്ടോ അടിപൊളി. മോളിൽ നോക്കുമ്പോ ശരിക്കും ഒരു ഗിത്താറിന്റെ ഷേപ്പാട്ടാ. പിന്നെ ഈ സ്ഥലത്തിനാണെങ്കിലേ വലിയ ഐതിഹ്യമൊക്കെ ഉണ്ടട്ടാ. എനിക്കത് വ്യക്തമായിട്ട് അറിയില്ല. അറിയാവുന്നവരുണ്ട് ഈ കമന്റ് ചെയ്തോളൂ. ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മളാണെങ്കിൽ അധികം നേരം അവിടെ നിന്നില്ലാട്ടാ. പിന്നെ ഇതെന്താ നോക്കണേന്ന് വെച്ചാ ഇതിലൂടെ നോക്കി അപ്പുറത്ത് ശ്രീലങ്ക കാണാനായിട്ട് പറയാം. അത് നോക്കണമെങ്കിൽ 20 രൂപ. അപ്പൊ ഞങ്ങള് നോക്കി, പക്ഷെ ഞങ്ങള് ശ്രീലങ്ക കണ്ടില്ല. പിന്നെ അവിടെയാണ് ഇതുപോലെ കുറെ കല്ലുകളും ശംഖൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കക്കയില്ലേ, ആ കക്കയുടെ തൊണ്ടുകൊണ്ട് ഈ കൈച്ചേനും മാലയും അതുപോലത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ എങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ മേടിക്കാറില്ല. ഞാൻ എവിടെ പോയില്ല ഇങ്ങനെ തിന്നാനുള്ള സംഭവങ്ങൾ മാത്രമായിട്ട് മേടിക്കും. പിന്നെ ഞങ്ങള് കുറച്ചേരം അധികം കറങ്ങി അടിച്ച് ചേർന്നിട്ട് മാങ്ങയും ചോളൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടാ. ഞങ്ങളാണെങ്കിൽ അവിടെ അധികം നേരം നിന്നില്ല കേട്ടാ, വേഗം പോകുന്നു. അവിടെ പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടാ, നല്ല ചൂടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് വണ്ടി കയറിയാൽ മതി എന്ന് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഞാനെനിക്ക് കുതിരയുടെ മേളിൽ കയറിയിട്ടില്ല. ഞങ്ങൾ ഊട്ടിക്ക് പോയപ്പോൾ അവിടെ കുതിര ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയതുണ്ടെങ്കിൽ കയറാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടാ. പിന്നെ ഇവിടെ വെച്ച് കുതിരനെ കണ്ടപ്പോ വേറെ ഒന്നും നോക്കിയില്ല, എന്റെ ആഗ്രഹം അങ്ങോട്ട് മാറ്റിയിട്ടാ. പിന്നെ ഈ കുതിരയാണെങ്കിൽ ഭയങ്കര പാവമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. ഞാൻ കുതിരയുടെ മേളിൽ കയറിയപ്പോ പേടിച്ചാണ് കയറിയത്. പിന്നെ കുതിര അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ അത് ഓക്കെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടാ. ഞങ്ങക്ക് വെന്നോയ്ക്ക് ബീച്ചിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ചങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങൾ വണ്ടി ഒതുക്കി ബീച്ചിൽ ഇറങ്ങിയിട്ടാ. എനിക്കാണെങ്കിൽ മേലൊക്കെ നനച്ച് ഫുള്ളായിട്ട് ബീച്ചിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നുട്ടാ. പിന്നെ ഇക്ക ചീത്ത പറയുന്നുള്ളതുകൊണ്ടും വീട് വരെ എത്തണ്ടേ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കാലൊക്കെ നനച്ച് അതിൽ കൂടെ നടന്നുള്ളൂട്ടാ. ഞാൻ ബീച്ചിൽ ഇറങ്ങി പിക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞിരുന്നതാ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ആളിറങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ കുറച്ചു നേരം ബീച്ചിൽ കളിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നുട്ടാ. നമ്മൾ ഏതായാലും വീട്ടിലെത്തുമ്പോ വെളുപ്പിന് 5 മണിയൊക്കെ ആവും. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഒട്ടും സമയം കളയാൻ നിന്നില്ല. ധനുഷ്കോടിന്ന് തിരിച്ചു വന്നേക്ക് ഞങ്ങൾ പാമ്പൻ പാലത്തിൽ നിർത്തിട്ടാ. എന്റെ പൊന്നോ, വ്യൂ അടിപൊളി കണ്ടാ. എന്ത് രസാ കാണാന്നറിയോ, നല്ല നീല കളർ വെള്ളം. അവിടുന്ന് നോക്കണ വ്യൂ എന്റെ പൊന്നോ ഒരു രക്ഷയില്ലാട്ടാ. എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് കൊള്ളലാട്ടോ. അപ്പൊ ഞാൻ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.